ഹരി ഓം. ദശകം 64, ശ്ലോകം 10. കരപദരവദേവം ദേവകുത്രാവതാരേ പരപദമനവാപ്യം ദർശിതം ഭക്തിഭാജാം തദിഹ പശുപരൂപീ ത്വം ഹി സാക്ഷാത് പരാത്മാ പവനപുരനിവാസിൻ പാഹി മാമയേഭ്യഃ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. പദച്ഛേദം. കരബദരവദ് ഏവം കരബദരവദേവം കരബദരവദ് ഏവം കരബദരവദേവം ദേവകുത്ര അവതാരേ കുത്രാവതാരേ കരബദരവദേവം ദേവകുത്രാവതാരേ പരപദം അനവാപ്യം പരപദമനവാപ്യം പരപദം അനവാപ്യം പരപദമനവാപ്യം ദർശിതം ഭക്തിഭാജാം പരപദമനവാപ്യം ദർശിതം ഭക്തിഭാജാം തത് ഇഹ തദിഹ പശുപരൂപീ പശുപരൂപീ ത്വം ഹി സാക്ഷാത് പരാത്മാ തദിഹ പശുപരൂപീ ത്വം ഹി സാക്ഷാത് പരാത്മാ പവനപുരനിവാസിൻ പവനപുരനിവാസിൻ പാഹി മാം ആമയേഭ്യഃ പാഹി മാം ആമയേഭ്യഃ. മാം ആമയേഭ്യഃ ആണ് മാമാമയേഭ്യഃ മാമാമയേഭ്യഃ. മാം ആമ അതാണ് മാമാമ. മാം ആമ എന്ന് പറയുമ്പോഴാണ് മാമാമ മാമാമ ഏഭ്യഃ. വളരെ ശ്രദ്ധിക്കണം അവിടെ. പാഹി മാം ആമയേഭ്യഃ ആണ്. പാഹി മാമാമയേഭ്യഃ. പവനപുരനിവാസിൻ പാഹി മാമാമയേഭ്യഃ. കരപദരവദേവം ദേവകുത്രാവതാരേ പരപദമനവാപ്യം ദർശിതം ഭക്തിഭാജാം തദിഹ പശുപരൂപീ ത്വം ഹി സാക്ഷാത് പരാത്മാ പവനപുരനിവാസിൻ പാഹി മാമയേഭ്യഃ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്ലോകം 10 അന്വയവും അർത്ഥവും. ദേവ കുത്ര അവതാരേ അനവാപ്യം പരപദം ഏവ കരബദരവത് ഭക്തിഭാജാം ദർശിതം തത് ഇഹ പശുപരൂപീ ത്വം ഹി സാക്ഷാത് പരാത്മാ പവനപുരനിവാസിൻ ത്വം മാം ആമയേഭ്യഃ പാഹി. ദേവ പ്രകാശസ്വരൂപ അല്ലയോ ഗുരുവായൂരപ്പ. കുത്ര ഏത് കുത്ര എന്ന് പറഞ്ഞാൽ ഏത് കുത്ര അവതാരേ ഏതവതാരത്തിലാണ്. ദേവ കുത്ര അവതാരേ പ്രകാശസ്വരൂപ ഏതവതാരത്തിലാണ്. അനവാപ്യം എന്നുവെച്ചാൽ പ്രാപിക്കാൻ കഴിയാത്ത പരപദം പരമസ്ഥാനം എന്നുവെച്ചാൽ ആ ബ്രഹ്മസ്വരൂപം. ഏവം കരബദരവത് ഇപ്രകാരം ഉള്ളൻ കയ്യിലുള്ള ബദരഫലം പോലെ. അപ്പോൾ അല്ലയോ പ്രകാശസ്വരൂപ ഏതവതാരത്തിലാണ് പ്രാപിക്കാൻ കഴിയാത്ത പരമസ്ഥാനം ഇപ്രകാരം ഉള്ളൻ കയ്യിലുള്ള ബദരഫലം പോലെ ഭക്തിഭാജാം ദർശിതം ഭക്തജനങ്ങൾക്ക് അനുഭവപ്പെടുത്തി കൊടുത്തിട്ടുള്ളത്. വേറെ ആർക്കും അങ്ങനെ അനുഭവപ്പെടുത്തി കൊടുത്തിട്ടില്ല. അത് ഈ ഗോകുലവാസികൾക്ക് മാത്രമുണ്ടായ ഒരു ഭാഗ്യം തന്നെയാണ്. തത് ഇഹ പശുപരൂപീ തത് ഇഹ അതുകൊണ്ട് പശുപരൂപീ ത്വം അമ്പാടിയിൽ ഗോപാലരൂപം കൈക്കൊണ്ടിരിക്കുന്ന നിന്തിരുവടി സാക്ഷാത് പരാത്മാ തീർച്ചയായും കാണപ്പെടുന്ന സച്ചിദാനന്ദ ബ്രഹ്മമാകുന്നു. തത് ഇഹ പശുപരൂപീ ത്വം ഹി സാക്ഷാത് പരാത്മാ അതുകൊണ്ട് അമ്പാടിയിൽ ഗോപാലരൂപം കൈക്കൊണ്ടിരിക്കുന്ന നിന്തിരുവടി തീർച്ചയായും കാണപ്പെടുന്ന സച്ചിദാനന്ദ ബ്രഹ്മമാകുന്നു. പവനപുരനിവാസിൻ ശ്രീ ഗുരുവായൂരപ്പ പവനപുരനിവാസിൻ ഗുരുവായൂരപ്പ വിളിക്കുകയാണ്. അല്ലയോ ഗുരുവായൂരപ്പ. ത്വം മാം ആമയേഭ്യഃ പാഹി ത്വം നിന്തിരുവടി മാം എന്നെ ആമയേഭ്യഃ പാഹി രോഗങ്ങളിൽ നിന്നും രക്ഷിക്കണമേ.
ഓ പവനപുരനിവാസിൻ ത്വം മാം ആമയേഭ്യ പാഹി. അല്ലയോ ഗുരുവായൂരപ്പ, ആ നിന്തിരുവടി എന്നെ രോഗങ്ങളിൽ നിന്നും രക്ഷിക്കണമേ. അങ്ങയുടെ മറ്റേതൊരവതാരത്തിലാണ് തൻ്റെ ഭക്തന്മാർക്ക് ആരാലും പ്രാപിക്കുവാൻ സാധിക്കാത്ത ആ ബ്രഹ്മാനന്ദ സ്വരൂപം ഇപ്രകാരം ആ കരത്തിലിരിക്കുന്ന ബദരീഫലം പോലെ ദർശിക്കപ്പെട്ടിട്ടുള്ളത്? അതുകൊണ്ട് ബാലഗോപാലരൂപിയായിരിക്കുന്ന നിന്തിരുവടി സാക്ഷാൽ പരബ്രഹ്മസ്വരൂപി തന്നെയാകുന്നു. അല്ലയോ ഗുരുവായൂരപ്പ, എന്നെ സകല ആമയങ്ങളിൽ നിന്നും രക്ഷിക്കണമേ എന്നാണ് ഭട്ടതിരിപ്പാട് പ്രാർത്ഥിക്കുന്നത്. നമുക്കും അതുതന്നെ പ്രാർത്ഥിക്കാം. നമ്മുടെ സകല തരത്തിലുള്ള രോഗങ്ങളിൽ നിന്നും നമ്മളെയും രക്ഷിക്കണമേ എന്ന്. കരപതരവദേവം ദേവകുത്രാവതാരേ പരപദമനവാപ്യം ദർശിതം ഭക്തിഭാജാം തധിക പശുപരൂപീ ത്വം ഹി സാക്ഷാത് പരാത്മാ പവനപുരനിവാസിൻ പാഹി മാമയേഭ്യഃ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.